അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുധിക്ക് നേരെ സൈബർ ആക്രമണം ശക്തമാകുന്നു. പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചതിന് പിന്നാലെയാണ് വിമർശനവും ശക്തമായത്. രേണുവിൻ്റേത് സഭ്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം. വിഷു ആശംസകൾ നേർന്നുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ ഇരട്ടിയായത്. സ്കർട്ടും ബ്ലൗസും സിമ്പിൾ ആഭരണങ്ങളും അണിഞ്ഞുള്ള ചിത്രങ്ങളാണ് രേണു പങ്കിട്ടത്. ശക്തരായ സ്ത്രീകൾക്ക് ആറ്റിറ്റ്യൂഡുകളില്ല, ഞങ്ങൾക്ക് മാനദണ്ഡങ്ങളുണ്ട് എന്ന അടിക്കുറിപ്പും നൽകിയിരുന്നു. ഇതിന് പിന്നാലെ നിരവധി കമൻറ്റുകളും നിറഞ്ഞു. ചേച്ചിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് പറയുകയാണ്, ഈ പോക്ക് അത്ര നല്ലതിനല്ല, വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിച്ചുകൂടെ? സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഇനി നീയൊക്കെ എനിക്ക് പണം തരുമോ എന്ന് ചോദിച്ചു വരണ്ട. തുണി കുറഞ്ഞു വരുവാണല്ലോ, ശരീരം കാണിച്ചല്ല സ്ത്രീയുടെ ശക്തി തെളിയിക്കേണ്ടത്. സൗന്ദര്യമുണ്ടായിരുന്നെങ്കിൽ ഭൂമി മറിച്ചിട്ടേനെ. ഇതിപ്പോൾ ഉടുക്കാൻ മറന്നുപോയതാണോ അതോ ഉടുത്തത് അഴിഞ്ഞു പോയതാണോ? ഇനിയിപ്പോൾ ഉടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒന്നുറപ്പാണ്, കൊല്ലം സുധിയോട് ആളുകൾക്കൊരിഷ്ടമുണ്ടായിരുന്നു, അതുകൂടി ഇല്ലാണ്ടാകും. ഇവർ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ പ്രായപൂർത്തിയായൊരു മകനുണ്ടെന്ന്. അഭിമാനമുള്ള ഒരു മക്കളും അമ്മയെ ഇത്തരം വേഷത്തിലും ഭാവത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രം ആ പാവമൊന്നും മിണ്ടാതെ ഇരിക്കുന്നതാകാം. രേണു, നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു പ്രതിഫലം തീർച്ചയായും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് നിന്നെ തലയിൽ വെച്ചവരൊക്കെ തറയിലടിക്കും, നോക്കിക്കോ. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. ഇന്ന് ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് വിധേയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് രേണു. അതിന് പ്രധാന കാരണം രേണു അഭിനയ രംഗത്തേക്ക് വന്നത് തന്നെയാണ്. ചില ആൽബങ്ങളിലും റീൽസുകളിലുമൊക്കെ അഭിനയിച്ചപ്പോഴാണ് നടിക്കെതിരെ സൈബർ ആക്രമണം വന്നത്. നടിയുടെ വസ്ത്രധാരണവും ഇഴുകിച്ചേർന്നുള്ള അഭിനയവുമൊന്നും ആർക്കും അത്ര പിടിച്ചില്ല. വ്യാപകമായിട്ടുള്ള സൈബർ ബുള്ളിയിങ്ങാണ് രേണുവിന് നേരെ ഉണ്ടായത്. ഏറ്റവും പുതിയതായിട്ടുള്ള ചിത്രങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ മിക്കവരും ഇതുപോലെയുള്ള ഫോട്ടോസ് കാണാൻ ആഗ്രഹിച്ച് പ്രോത്സാഹിക്കുന്നവർ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ കുറച്ചു പേര് ചോദിക്കും, സിനിമയിലാരും ഇങ്ങനെ അഭിനയിക്കുന്നില്ല എന്ന്. ഉണ്ട്, പക്ഷേ ഇങ്ങനെ അഭിനയിച്ച് അവരെപ്പോലെ ആവാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന ആ കുട്ടികളെ കൂടെ ഓർക്കണം. നിങ്ങളെ കുറച്ചാളുകൾ നിങ്ങൾ പോലും അറിയാതെ മാർക്കറ്റ് ചെയ്യുന്നു എന്നത് എപ്പോഴാണ് തിരിച്ചറിയുക? പെട്ടുപോയാൽ സ്വയം വിചാരിച്ചാലും ഊരിപ്പോരാൻ പറ്റാത്ത ഒരു മേഖലയാണ്. സൂക്ഷിച്ചാൽ പിന്നീട് ദുഃഖിക്കാതിരിക്കാമെന്നാണ് രേണുവിനെ ചിലർ ബോധ്യപ്പെടുത്തുന്നത്.